ലിൻസേച്ചിക്ക് സർപ്രൈസ് കൊടുക്കാനാണ്. അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും മനസ്സിലായി കാണല്ലോ, ലിൻസേച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അതിനായിട്ട് കേക്കും വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് ഡ്രസ്സ് പോലും മാറാതെ എല്ലാം സെറ്റ് ചെയ്യുകയാണേ. ബലൂൺ വീർപ്പിക്കണം, എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യണം. ലിൻസേച്ചി അപ്പുറം മുറിയിലാണ്. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ഫ്ലാറ്റിൽ വെച്ചാണ്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഫിസി അപ്പുറം മുറിയിൽ പോയി ഡ്രസ്സ് മാറി കുളിച്ച് ഒക്കെ റെഡിയായി ലിൻസി മോളെയും വിളിച്ചുകൊണ്ട് വരാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഇനിവേ ഞങ്ങളത് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി എല്ലാം വെച്ചതിന് ശേഷമാണ് അങ്ങോട്ട് പോണേ. എന്നാൽ പോയിട്ട് വാ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ലിൻസേച്ചിനെ വിളിക്കാനായിട്ട് ഫിസി പോകാൻ ഒരുങ്ങുകയാണ്. ലിൻസേച്ചിയുടെ എക്സ്പ്രഷനോ പ്രതീക്ഷിക്കുന്നുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല. എനിവേ കേക്ക് മുറിക്കുമെന്നറിയായിരിക്കും. ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് ചേച്ചിനെ വിളിക്കുവാണ്. ഈ ചേച്ചിയുടെ റിയാക്ഷൻ കാണാം. ഇതെന്താന്ന് മനസ്സിലായോ? ചേച്ചി ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി നിന്നപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെയും ക്യാമറ വെച്ചേക്കുക. ഇതെവിടെ നിന്നൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാണ് ചേച്ചി നിന്ന് ചിരിക്കുന്നത്. എന്നിട്ട് കേക്ക് മുറിക്കാമെന്നും പറഞ്ഞ് കയറി നിൽക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ പറയുമായിരുന്നു, മെഴുകുതിരി കത്തിത്തീരണതിന് മുമ്പ് വേഗം ആയിക്കോട്ടെ, നമുക്ക് ഊതിക്കെടുത്തി കേക്ക് മുറിക്കാമെന്ന്. അങ്ങനെ മെഴുകുതിരി ഊതി അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. പാട്ടൊക്കെ പാടിയാണ് കട്ട് ചെയ്യുന്നത്. അതൊന്നും ഞാൻ സൗണ്ട് ഇട്ടില്ല എന്നേ ഉള്ളൂ. അതിനുശേഷം കേക്ക് ഞങ്ങൾക്ക് 2 പേർക്കും ചേച്ചി വായിൽ വെച്ച് തന്നു. പിന്നെ ചേച്ചിക്ക് ഞങ്ങൾ വായിൽ വെച്ച് കൊടുത്തു. പിന്നെ കേക്ക് മുറിക്കുമ്പോൾ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, ഇച്ചിരി കേക്ക് എടുത്ത് കേക്ക് മുറിക്കുന്ന ആളുടെ മുഖത്തൊക്കെ തേക്കാമെന്ന്. ആ ചടങ്ങും കുറച്ചില്ല, അതും തേച്ച് കൊടുത്തു. പിന്നെ കേക്ക് ഞങ്ങൾ സ്പ്ലെൻസർ എന്ന് പറഞ്ഞ ഇവിടുത്തെ അബ്ബാസിയയിലെ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല കേക്കായിരുന്നു. ചേച്ചിക്കുള്ള ഗിഫ്റ്റ് കൊടുത്തു. മാലയും കമ്മലും ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ സിമോൾ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്, ബീഫ് ഫ്രൈ, അച്ചാറും ലിൻസിമോളുടെ വക തന്നെയാണ്. ഞങ്ങളിനി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളേ. ഇനി കാണും വരയ്ക്കും. ബൈ, സീ യു.